വീട്ടമ്മയുടെ കാർഷിക വിപ്ലവം. കൃഷി എല്ലാവരും ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നു. കാര്യം, കൃഷി ആദായകരമല്ല, കൈനഷ്ടം മാത്രം മിച്ചം. മിക്ക പേരുടെയും അഭിപ്രായവും അനുഭവവും അതാണ്. ഇനിയുമുണ്ട് എക്സ്ക്യൂസുകൾ. സ്ഥലമില്ല, പറമ്പില്ല, സമയമില്ല, അങ്ങനെ നീളുന്നു പട്ടിക. പക്ഷേ ഇതൊന്നും ബാധകമല്ലാതെ കൃഷി കൊണ്ട് ആദായവും അതിലുപരി ആത്മവിശ്വാസവും കീടനാശിനി ചേരാത്ത പോഷക ഗുണങ്ങളോട് കൂടിയ ഫ്രഷ് ഐറ്റംസ് കൊണ്ട് നല്ല രുചിയുള്ള ആഹാരവും കരസ്ഥമാക്കുന്ന ഒട്ടനവധി പേർ നമുക്കിടയിലുണ്ട്. അത്തരമൊരു വ്യക്തിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സജിത ജയസൂര്യ ആറ്റിങ്ങൽ. കൃഷി വിജയിപ്പിച്ച മനക്കരുത്തുമായി അഭിമാനത്തോടെ സജിത തൻ്റെ കൃഷിയിടത്തിൽ വിളയാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിക്കുന്നു ഈ ഉത്തമ കർഷകയായ വീട്ടമ്മ. വിവിധതരം പച്ചക്കറികൾ, ഇലക്കറികൾ, കറിക്കുള്ള പൂവുകൾ, കിഴങ്ങുകൾ, മഞ്ഞൾ, വാഴക്കുല, പലതരം ചക്കകൾ, ചാമ്പ, പയറുവർഗ്ഗങ്ങൾ, വിവിധതരം മാങ്ങകൾ, നാരങ്ങ, ചേമ്പ്, ഇഞ്ചി, കുരുമുളക്, കശുവണ്ടി, പപ്പായ, മുരിങ്ങക്കായ, അമ്പഴം, അങ്ങനെ സജിതയ്ക്ക് വഴങ്ങാത്തതായി ഒന്നുമില്ല കൃഷിയിൽ. എന്തിനേറെ പറയുന്നു, പഴയ കാലത്ത് നമ്മുടെ ഇഷ്ടവിഭവങ്ങൾ ആയ ഇന്ന് കാണാനില്ലാത്തതുമായ വാളരിപ്പയർ, കൂവക്കിഴങ്ങ്, നാരകം, ചതുരപ്പയർ തുടങ്ങിയവയും യഥേഷ്ടം വളരുന്നു, അല്ലെങ്കിൽ വളർത്തുന്നു. അന്നന്ന് വിളവെടുക്കുന്നവയുടെ സാമ്പിൾ വാട്സപ്പ് ഗ്രൂപ്പിലിടും. അങ്ങനെയാണ് സജിതയിലെ കർഷകയെ മനസ്സിലാക്കിയത്. കൃഷി പതിയെ ഉഷാറായപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെ ആധുനിക കൃഷിരീതികളും സ്വായത്തമാക്കി. തൻ്റെ ഒഴിവുവേളകൾ ഹോബിക്കായി തുടങ്ങിയ പച്ചക്കറി കൃഷി ഇന്ന് ഒരു അഗ്രി ഫാം ആയി പരിലസിക്കുന്നു. വിൽക്കാനേറെ വിഭവങ്ങൾ, മായമില്ലാത്തവ വാങ്ങാൻ അതിലേറെ കസ്റ്റമേഴ്സ്. ആർക്കും പരിശ്രമിച്ചു നോക്കാവുന്ന ഒരു മാതൃകയാണ് സജിതയുടെ കൃഷിരീതികൾ. അല്പമൊന്ന് മനസ്സുവെച്ചാൽ എല്ലാവർക്കും യഥേഷ്ടം കാർഷിക വിഭവങ്ങൾ വിളയിക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം, മിച്ചമുള്ളത് ആവശ്യക്കാർക്ക് കൊടുക്കാം, ചെറിയൊരു വരുമാനവുമാകും. അതുപോലെ തന്നെ നമ്മുടെ നാട് സമ്പൽ സമൃദ്ധമാവും. നമ്മുടെ നാട്ടുകാർക്കും മായമില്ലാത്ത ഭക്ഷണം കഴിക്കാം. കൃഷി ഐശ്വര്യമാണ്, അഭിവൃദ്ധിയാണ്, ഒപ്പം അഭിമാനവും. മാതൃകയായ സജിതയ്ക്ക് അഭിനന്ദനങ്ങൾ.